സ്വീകരിക്കുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 2 ദിവസം ആയിരങ്ങൾ ദർഗയിൽ പെട്ടി സമർപ്പിക്കും. നേർച്ചയുടെ 3-ാം ദിനമായ ഞായറാഴ്ച നടക്കുന്ന അന്നദാനത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത്. നേർച്ചയോടനുബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിന് മഖാം ഭാരവാഹി ഫക്രുദ്ദീൻ ഉസ്താദ് നേതൃത്വം നൽകി. അതിവിപുലമായ പെട്ടികളോടുകൂടി ബഹുമാനപ്പെട്ട ഷെയ്ഖ് വീരാൻ ഔലിയ ഉപ്പാപ്പ തൻ്റെ ജീവിതകാലത്ത് 3 വർഷത്തോളം ഈ നേർച്ച ഇവിടെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് 60ാമത്തെ വർഷത്തിലുള്ള നേർച്ചയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കൂടിയ എൻ്റെ നാട്ടുകാർ, എൻ്റെ സഹോദരന്മാർ, ഉപ്പാപ്പ ജീവിതകാലത്ത് തന്നെ നാനാജാതി മതസ്ഥരോട് ഒരുപോലെ കണ്ടു നടന്ന ഉപ്പാപ്പയാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ വീരാൻ ഔലിയ ഉപ്പാപ്പ. ഈ നേർച്ചയിലേക്ക് 60 വർഷമായിക്കൊണ്ടും ആദ്യമായിട്ടുള്ള പെട്ടി കയറാറുള്ളത് ബഹുമാനപ്പെട്ട രാജേട്ടൻ നാഗസ്വാമിയുടെ മകൻ നാഗസ്വാമിയായിട്ടാണ് ഉപ്പാപ്പയുടെ ഹദ്റത്തിലേക്ക് കൊണ്ടുവരാറുള്ളത്. മണ്ണാർക്കാട് SI ശ്രീജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് വരുന്ന എല്ലാവരും പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി DJ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിൽ മണ്ണാർക്കാട് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടാകണമെന്ന് ഫക്രു പറഞ്ഞിരുന്നു. DJയുടെ കാര്യത്തിൽ പോലീസിന് പറയാനുള്ളത്, DJ നിയമപ്രകാരം അലൗഡ് അല്ല. നമ്മൾ മൈക്ക് പെർമിഷനാണ് കൊടുക്കുന്നത്. ആ മൈക്ക് പെർമിഷനുള്ള സൗണ്ടിന്റെ ഒരു റേഞ്ച് ഉണ്ട്, 70 ഡെസിബൽ സംതിങ് ആണ്. അപ്പൊ ആ റേഞ്ചിലുള്ള സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, DJ പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന പല DJകളും അതിനേക്കാൾ സൗണ്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും പോലീസ് ഇപ്പോൾ അതിന്റെ സൗണ്ടിന്റെ ഇത് അളക്കാനൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും എല്ലാ സൗണ്ട് സിസ്റ്റങ്ങളും അല്ലെങ്കിൽ DJ പോലുള്ള എല്ലാ പരിപാടികളും കൃത്യം 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം. അതാണ് പോലീസിന് പറയാനുള്ളത്. കൂടാതെ തന്നെ വലിയ വലിയ വാഹനങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഈ കനാൽ റോഡിലൂടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ ബ്ലോക്ക് ഉണ്ടാക്കരുത്. ഇടയിൽ നിങ്ങൾ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് പോലീസ് ഇടപെട്ട് തിരിക്കാനും വണ്ടി തിരിക്കാനും ബാക്കിയെല്ലാം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് കാൽനടക്കാർക്കും അതുപോലെ ചെറു വണ്ടികൾക്കും വളരെ ഭംഗിയായിട്ട് ഇങ്ങോട്ട് എത്താനും അത് പരിപാടി ഭംഗിയായിട്ട് നടത്താനും കഴിഞ്ഞു. അത് പ്രകാരം തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. ഭാരവാഹികളായ കബീർ, റാഷിദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുദ്ദീൻ പൊന്നങ്കോട്, നേതാക്കളായ ബാലൻ പൊറ്റശ്ശേരി, PH സമീർ, ഫൈസൽ ആനമുളി, കൊട്ടിലമാരി രാജൻ, സുനിൽ അമ്പംകുന്ന് എന്നിവർ പ്രസംഗിച്ചു. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.